ഖൈബർ യുദ്ധ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മൗല, കിർക്കിറ എന്നോ അല്ലെങ്കിൽ മിദ്അം എന്നോ ഒക്കെ അയാളുടെ പേര്, ഖൈബർ യുദ്ധ സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയ സമയം അലക്ഷ്യമായി വന്ന ഒരു അമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായിട്ട് ഖൈബറിൽ വന്ന ഒരു വ്യക്തിക്ക് കൊള്ളുകയാണ്. അയാളുടെ മേത്ത് അമ്പ് തറച്ചു, അയാൾ ആ അമ്പേറ്റ് മരിച്ചു. അപ്പോൾ ആളുകൾ പറയാണ് ഹനി അൻ ലഹുൽ ജന്ന, ഷഹീദല്ലേ, അതുകൊണ്ട് സ്വർഗമാണ് അയാൾക്കെന്ന് പറഞ്ഞ് അയാൾക്ക് മംഗളം ആശംസിക്കുകയാണ്. കാരണം പോർക്കളത്തിലാണ്, യുദ്ധമുഖത്താണ്, യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ് അയാളുടെ ഈ രീതിയിലുള്ള മരണം. അപ്പോൾ ആളുകൾ ഹനി അൻ ലഹു ഷഹാദ, അയാൾ രക്തസാക്ഷിയാണ്, അതേപോലെ തന്നെ അയാൾക്ക് സ്വർഗമാണ് എന്നൊക്കെ ആശംസിച്ചപ്പോൾ ഹനി അൻ ലഹു ഷഹാദ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് കല്ല, അവൻ്റേത് ഷഹാദത്തല്ല, രക്തസാക്ഷിത്തല്ല, അവന് സ്വർഗമല്ല. പിന്നെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇന്ന ശംലത്തല്ലത്തി അഖദഹ മിനൽ മഗാനിമി ഖബ്ല അൻ തുസീബഹൽ മഖാസിം ലതഷ്തഇലു അലൈഹി നാറ എന്ന് പറഞ്ഞത്. മഗാനിം എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്തുക്കൾ. മഗാനിമിൽ മഖാസിം ഓഹരി വെക്കൽ നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് അവനെടുത്ത ഒരു ഷംലത്ത്, ഷംല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരയം പുതപ്പ്, ഒന്നുകിൽ ഒരു തുണിയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു പൊതയായിട്ട് പുതക്കാം, ചെറിയൊരു തുണി കഷ്ണം, ഷംലത്ത്. യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് അവൻ കവർന്നെടുത്ത ഷംലത്ത്, ഈ ഒരു തുണി, ആ യുദ്ധാർജിത സ്വത്തുക്കൾ ഓഹരി വെക്കുന്നതിന് മുമ്പ് എടുത്തത്. ലതഷ്തഇലു അലൈഹി നാറ എന്ന് പറഞ്ഞത്, അവൻ്റെ മേൽ അത് തീയായി കത്തുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മരിച്ചു കിടക്കുന്നവനിൽ അത് തീയായി കത്തുന്നു. കാരണം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബർസഖിലായി. പിന്നെ നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനോ നമ്മളുടെ ചെവിക്കുടയിൽ അതിൻ്റെ ശബ്ദം കേൾക്കാനോ തരല്ല. കാരണം അത് മരിക്കുന്നതോടുകൂടി ഒരാൾ ബർസഖിലേക്ക് അയാളുടെ പ്രയാണമായി. പിന്നെ അവിടെ നടക്കുന്നതൊക്കെ ആ ആൾക്ക് അനുഭവവേദിയാണ്. മരിച്ചു കിടക്കുന്നവൻ അനുഭവവേദിയാണ്. അവന് കേൾക്കുന്നതും അവനറിയുന്നതുമാണ്. നമ്മളത് അറിയുകയോ കാണുകയോ ഇല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീനാൽ സംസാരിക്കുമ്പോൾ അവൻ കവർന്നെടുത്ത ആ തുണി അവൻ്റെ മേൽ തീയായി കത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഇവിടെ നമ്മൾ കേട്ടു ഒരു തുണിയുടെ വിഷയമാണത്. തുണിയുടെ വിഷയം, പൊതുമുതലിൽ നിന്ന് ഒരു തുണിയെടുത്തതിൻ്റെ വിഷയം. അപ്പോൾ പൊതുമുതലുകൾ കോടികളായി ചാക്കിൽ കെട്ടുന്ന പൊതുമുതലുകൾ ലക്ഷങ്ങളായി കോടികളായി തൻ്റെ അക്കൗണ്ടിലേക്ക് നീക്കുന്ന ചോരന്മാർ, കള്ളന്മാർ, അവരുടെയൊക്കെ അവസ്ഥ അതെന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.